നമസ്തേ ചിൽഡ്രൻ. നമ്മളിന്ന് വരച്ച് പഠിക്കുന്നത് ഒരു ആനയാണ്. എങ്ങനെ നമുക്കൊരു ആനയെ വരയ്ക്കാം. ആനയെ നിങ്ങളെപ്പോഴും കാണാറുണ്ടല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആനയുണ്ട്. ഉത്സവങ്ങളിലും ഉത്സവപ്പറമ്പിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ആനയെ നമുക്ക് എങ്ങനെ വരച്ച് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ആദ്യം ഞാനൊരു ആനയെ വരയ്ക്കാം, ഒപ്പം തന്നെ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ വരയ്ക്കാം. അത് വരച്ചതിന് ശേഷം വൈറ്റ് ബോർഡിലാണ് വരയ്ക്കുന്നത്. അതിനുശേഷം ഞാൻ പേപ്പറിൽ ആനയെ വരച്ച് പഠിപ്പിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഓക്കെ, തുടങ്ങാം. ആനയെ വരയ്ക്കാൻ എളുപ്പമാണ്. രണ്ട് സർക്കിൾ തന്നെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ. ഒരു ചെറിയ സർക്കിൾ അറിയാലോ, അതായത് ഇങ്ങനെ ഒരു സർക്കിൾ, പിന്നെ ഇങ്ങനെ ഒരു സർക്കിൾ, അത്രയേ ഉള്ളൂ. പിന്നെ എന്നിട്ട് നമ്മൾ കണ്ടില്ലേ, തുമ്പിക്കൈ വരയ്ക്കുക, കൈ, കാലുകൾ ഇങ്ങനെ വരയ്ക്കുക. അതൊന്ന് മോഡിഫൈ ചെയ്യുന്നതിലാണ് നമ്മുടെ ആനയാവുന്നത്. കണ്ടില്ലേ, അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ചെവി വരയ്ക്കണം, തുമ്പിക്കൈ, എന്താണ് വരയ്ക്കേണ്ടത്? നമ്മുടെ കാൽ. ഇത്രയേ ഉള്ളൂ. ബാക്കി ലൈൻസ് എല്ലാം മായ്ച്ച് കളയുമ്പോൾ ഏകദേശം ആന ആയി. ഇങ്ങനെയാണ് നമ്മൾ ആനയെ വരയ്ക്കുന്നത്. അപ്പോൾ ഇനിയൊരു ആനയും മരവും എല്ലാം ഞാൻ വരച്ച് പഠിപ്പിക്കാം. അതിനുശേഷം ഞാൻ ആനയെ എങ്ങനെ വരയ്ക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ആനയെ വരയ്ക്കുകയാണ്. തല തന്നെ ബോഡി. ഇനി നമുക്ക് കുറച്ച് മരവും എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. അതിനൊരു നദിയോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. നമുക്കിവിടെ ഒരു മരം വരയ്ക്കാം. വേറെ ഒരു മരം കൂടി നമുക്ക് വരയ്ക്കാം. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു വീട് വരയ്ക്കാം. ഒരു വീടായി, രണ്ട് മരങ്ങളായി. അപ്പം ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് വേണമെങ്കിൽ വഴിയൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ആന നിൽക്കുന്നതായിട്ട്. ഓക്കെ, ഇവിടെയൊക്കെ ചെടികളും മറ്റുമൊക്കെ വരും. ഓക്കെ, ഇതൊക്കെ എളുപ്പത്തിന് വരച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി ഞാൻ ഈ ആനയെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ആനയെ എങ്ങനെ വരയ്ക്കാം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ആനയെ വരയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ വൈറ്റ് ബോർഡിൽ വരച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സർക്കിൾ, പിന്നെ ഒരു സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓവൽ ഷേപ്പ്. ഞാനത്
ഒരിക്കൽ കൂടി ഞാൻ കണ്ടില്ല ഒരു വീട് ഞാൻ ആ സർക്കിളൊന്നുകൂടെ ഇട്ടു. ഓക്കെ, കുറച്ച് വളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? അതിൻ്റെ തല വരയ്ക്കാം. നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഒരു സർക്കിൾ ഇടാം. ഞാനൊരു സർക്കിൾ ഇടാം. പക്ഷെ അതിന് പകരം ഞാൻ ആ തുമ്പിക്കൈ നേരിട്ട് അങ്ങ് നമുക്കിവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? അത്രയേ ഉള്ളൂ. ഇവിടെ വരച്ച് ഒന്നുകൂടി നമുക്ക് ഇവിടെ ഇനി വീണ്ടും വരയ്ക്കാം. ഇതുപോലെ തന്നെയാണ്. ആദ്യം നമുക്ക് തുമ്പിക്കൈ ഇങ്ങനെ വരയ്ക്കാം. തുമ്പിക്കൈ ചെറിയൊരാന കേട്ടോ. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? നമുക്കൊരു കണ്ണു. ഇനി നമുക്ക് അതിൻ്റെ ബോഡി വരയ്ക്കാം. ഓക്കെ, ആനയായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. ഞാൻ നേരത്തെ വൈറ്റ് ബോർഡിൽ വരച്ചിരുന്നു. എന്താണ്? ഒരു ചെറിയ സർക്കിൾ, ഇങ്ങനെ ആദ്യം ഒരു ചെറിയ സർക്കിൾ നമ്മളിങ്ങനെ ഇടുന്നു. ഇങ്ങനെ ഒരു സർക്കിൾ, പിന്നെ ഒരു വലിയ സർക്കിൾ, ഒരു വലിയ സർക്കിൾ. അതിൻ്റെ കയ്യൊക്കെ നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്യും. ആണല്ലേ? ഇങ്ങനെ ഇത് നമ്മളൊരു സൈഡിലേക്കുള്ള ആനയാണ്. ഏറ്റവും എളുപ്പമാണ് സൈഡിലേക്കുള്ള ആന വരയ്ക്കാൻ. എപ്പോഴും നല്ല എളുപ്പമായിരിക്കും. ഫ്രണ്ടിലേക്ക് നോക്കി നിൽക്കുന്ന ആനയെ നമ്മളങ്ങനെ കുറച്ച് പ്രയാസമാകും വരയ്ക്കാനായിട്ട്, അല്ലേ? എന്തായാലും ഞാനതൊന്ന് വരച്ച് കാണിച്ചു തരാം. എല്ലാ കുട്ടികളും അത് വരച്ച് പഠിക്കുക. ഫ്രണ്ടിലേക്ക് നോക്കി നിൽക്കുന്ന ആനയുടെ തല മാത്രം, ഹെഡ് നമുക്ക് സമയമില്ല, തല മാത്രം, ഹെഡ് മാത്രം വരച്ച് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം അതിൻ്റെ തുമ്പിക്കൈയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കും. തുമ്പിക്കൈക്കാണല്ലോ നല്ല നീളമല്ലേ തുമ്പിക്കൈക്ക് ആനയുടെ. ഒരു ഷേപ്പ് നമുക്ക് എന്ത് വരയ്ക്കാം? രണ്ട് കൊമ്പുകൾ വരയ്ക്കാം. കൊമ്പ് വരച്ചു. ഇനി നമുക്ക് കണ്ണ് വരയ്ക്കാം. ഒരു കണ്ണ് വരച്ചു, ഒരു കണ്ണുകൂടി നമ്മൾ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ട്, ആനയുടെ ചെവി വലിയ ചെവിയാണ്. നമുക്ക് അതിൻ്റെ ചെവി വരയ്ക്കാം. വലിയ ചെവിയല്ലേ ആനയ്ക്ക്, അത് വരച്ചു.
ആനയുടെ ഫ്രണ്ട് മുൻവശം നമ്മൾ ആനയുടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ണെല്ലാം വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് വരയ്ക്കാനായിട്ട്. നല്ല എളുപ്പത്തിന് വരയ്ക്കാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ജസ്റ്റ് ആദ്യം നമ്മൾ ആ ഒരു ഹെഡ് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിൻ്റെ ബോഡി മൊത്തത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ട എൻ്റെ കണ്ണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്കതിന് മൊത്തത്തിൽ അതിന് അതിൻ്റെ ഒരു പാടൊക്കെ ഉണ്ടാവും. എപ്പോഴും കുറേ വരകളും ഒക്കെ ഉണ്ടാവും ആനയ്ക്ക്. വലിയ പ്രായമുള്ള ആനയാണെങ്കിൽ നല്ല അതിന് കുറേ പാടുണ്ടാവും. കണ്ടില്ല ഇങ്ങനെ. അടുത്തടുത്ത് ഇങ്ങനെ കുറേ വരകളുണ്ടാവും. ഇവിടെയൊക്കെ ഉണ്ടാവും ഇങ്ങനെ കുറച്ച്. നമുക്കത് വേണമെങ്കിൽ നല്ല ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് പ്രയാസം. ഇവിടെ കുറച്ച് ഇതിങ്ങനെ സർക്കിളിട്ട് വളഞ്ഞു പോയി. എന്നാലും ഈ രണ്ട് സർക്കിൾ തന്നെയാണ്, ഒരു ചെറിയ സർക്കിളും ഒരു വലിയ സർക്കിളുമാണ് എപ്പോഴും ആനയെ വരയ്ക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് എളുപ്പത്തിന് തുമ്പിക്ക് ഇത് വരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ വരച്ച് പഠിക്കുന്നുണ്ടാവും, മോഡിഫൈ ചെയ്താൽ മതിയാവും. എപ്പോഴും നന്നായിട്ട് നമുക്ക് ആനയെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശരിക്കും ഇത് വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.